ഞാൻ പഠിച്ചതൊക്കെ നാസിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ എൻ്റെ പപ്പേൻ്റെ ട്രാൻസ്ഫറായി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കോട്ടയത്താണ് ഞങ്ങൾ കുറച്ചൊക്കെ പഠിച്ചത്. അങ്ങനെ 2-3 സ്ഥലങ്ങൾ മാറി മാറി ലാസ്റ്റിൽ +1ഉം +2ഉം എടപ്പള്ളിയിൽ ക്യാമ്പയിൻ സ്കൂളിൽ ചെയ്തിട്ട് പിന്നെ എനിക്ക് BDS മഹാരാഷ്ട്രയിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെയും ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു. ഇപ്പം ഞാൻ സെറ്റിൽഡ് ബാംഗ്ലൂരാണ്. ഞാൻ അവിടെ ഒരു അസോസിയേറ്റ് ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്, സ്വീറ്റ് ടൂത്ത് ഡെൻറ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പോൾ എന്നോട് പൊതുവെ എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കും, എങ്ങനെയാണ് താങ്കൾ സോഷ്യൽ വർക്കറും ഡോക്ടറും ഡാൻസറും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ അതെൻ്റെ ചൈൽഡ്ഹുഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും ആ രീതിയിൽ വല്ലപ്പോഴും ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഓർഫനേജിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോവുക, അങ്ങനത്തെയൊക്കെ പല ആക്ടിവിറ്റീസിൽ എപ്പോഴും ഇൻവോൾവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മേജർ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ +1 +2 ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശാഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഒരു അമ്മമാർക്ക് വേണ്ടി, മെൻ്റലി ചാലഞ്ച്ഡ് അമ്മമാർക്ക് വേണ്ടി അവരെ പോയി ഡാൻസൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വന്ന കുറേ ചേഞ്ചസും, അവർക്ക് ഏറ്റവും അൽസൈമേഴ്സും പാർക്കിൻസൺസും ഒക്കെയുള്ള പല സ്ത്രീകൾക്കും എന്നോടുണ്ടായിരുന്ന ഒരു അപ്രോച്ചും ഇതെല്ലാം വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്കിതിൽ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, അതെനിക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. പഠിത്തത്തിൻ്റെ സമയത്തും അവിടെയാണേലും ഒരു ഓൾഡ് ഏജ് കെയർ സെൻറ്ററിൽ ഇങ്ങനെ ഡാൻസ് യൂസ് ചെയ്ത് അവരെ ഒരു 2-3 പ്രോഗ്രാംസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഓക്കെ ഞാൻ സ്കിൽഡാണ്. പിന്നെ ബാംഗ്ലൂർ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മോഡലിംഗ് ട്രൈ ചെയ്തു, ഷോർട്ട് ഫിലിമും ആഡ് ഷൂട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് ഒരു പെർഫോമിംഗ് ആർട്സ് ഫീൽഡിലൊക്കെ എടുത്ത് അതിൽ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ഇൻ ഭരതനാട്യം ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കുകയും പിന്നെ സുംബ സർട്ടിഫിക്കേഷൻ എടുക്കുകയും അത് ബോംബെ പോയി എടുത്തു. അങ്ങനെ ഓരോന്ന് ചെയ്ത് പതിയെ എൻ്റെ സ്കിൽസ് അക്വയർ ചെയ്ത് എനിക്ക് തന്നെ തോന്നി, ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൂടുതൽ. അപ്പോഴാണ് ബാംഗ്ലൂർ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടലെങ്കോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സ്കൂള് വൈറ്റ് ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. അവിടെയൊക്കെ ഒരു അനാഥ കുഞ്ഞിനെ കാണുന്നതും, അവൾ വീൽ ചെയറിലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനോട് എനിക്ക് തോന്നിയ ഒരു ഉള്ളുകൊണ്ട് തോന്നിയ ഒരു സ്നേഹവും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിൽ വരാനുള്ള മാറ്റങ്ങളും വളരെ വളരെ നല്ല രീതിയിൽ അവൾ എന്നോടൊരു ഓപ്പൺ അപ്പായി. അവളുടെ ഒരു ഇൻ്റലിജൻറ്റ് ആ ഒരു കോഗ്നിറ്റീവ് വൈസും അവൾ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. വളരെ ഉൾവലിഞ്ഞിങ്ങനെ ഇരുന്ന ഒരു കുട്ടിയാണ് അവൾ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ ഒരു കുഞ്ഞിലേക്ക് മാത്രം നിൽക്കേണ്ട സംഭവമല്ല, ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ പഠിച്ചു. അപ്പോൾ ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റും പിന്നെ ADHD, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഇതിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലായി. പിന്നെ അവിടുത്തെ ബാംഗ്ലൂർ ബേസ്ഡും കൊച്ചിയിലാണേലും ഇവിടുത്തെ ഇപ്പോൾ തൃശ്ശൂർ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അവിടെ ഞാനൊരു ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറപ്പി സെഷൻ കുട്ടികൾക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. കാരണം അവരും വളരെ അങ്ങനെ ഈ സ്പെഷ്യൽ കുഞ്ഞുങ്ങൾ ഇവരുടെ പേരൻസിനും പോലും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് സിറ്റുവേഷൻസ് കൂടെയാണ് എല്ലാ ദിവസവും അവർ പോകുന്നത്. അപ്പോൾ അവരെയും എനിക്ക് ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് യൂസ് ചെയ്ത് എംപവർ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തു. ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊച്ചിയിലുള്ളത്, അവിടെ ഒരു ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറപ്പി ചെയ്തു. അങ്ങനെ ചെയ്ത് എന്താ പറയുക, എനിക്ക് മനസ്സിലായി, ഓക്കെ ബാംഗ്ലൂരും ഇത് വളരെ ഇഫക്റ്റീവ് ആവുന്നുണ്ട്. ഫീനിക്സ് മാർക്കറ്റ് സിറ്റി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോൾ ഇൻ ഏഷ്യ, അവിടെയും പെർഫോം ചെയ്തു. ഇഷ്ടംമാതിരി കുഞ്ഞുങ്ങളും അവരുടെ ഫാമിലീസും പതിയെ എംപവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റേതായൊരു ഡാൻസ് വിത്ത് ഡോക്ടർ സോഫി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അത് നന്നായിട്ട് പോകുന്നു. കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് അതിൽ. 1-on-1 സെഷൻസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്.
ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ഓരോ ഇപ്പം അമ്മയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദൂരദർശൻ ചാനലൊക്കെ വെക്കുമ്പോൾ അതിൽ ഓരോ ഭരതനാട്യം ഡാൻസ് പരിപാടികളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് മൂളുന്നതും ഒരു താളം വെക്കുന്നതൊക്കെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞൊരു, അപ്പം തന്നെ അവിടെ അടുത്തൊരു ഗുരു ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കലാക്ഷേത്രയിൽ നിന്ന് പഠിച്ചതാണ്, PhD ഇൻ ഭരതനാട്യം. ആ ടീച്ചറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ സ്കൂളിലും അമ്മ എന്നെ വിടുമായിരുന്നു ഓരോ ക്ലാസ്സിനും. ഇങ്ങനെ സാധാ വെസ്റ്റേൺ ഡാൻസ് ക്ലാസ്സും അവിടെയും ഞാൻ പോയി. ഒരു 3-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു ഭരതനാട്യം വളരെ നല്ല രീതിയിൽ തന്നെ. അങ്ങനെ കയറി പതിയെ എന്താ പറയുക, KSS കേരള സേവാ സമിതി അങ്ങനെയൊക്കെ പല ഇതിൽ പെർഫോം ചെയ്തു. ഫോക്ക് ഡാൻസ്, പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കലോത്സവത്തിൽ ഒക്കെ പെർഫോം ചെയ്തു, ഫോക്കും ഭരതനാട്യവും. അങ്ങനെ അതിലും എനിക്ക് തേർഡ് ഗ്രേഡും സെക്കൻഡ് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ ബേസ്. അവിടെ നിന്നാണ് ഞാൻ ഈ ഡാൻസ് പതിയെ തുടങ്ങുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പല ചോദ്യങ്ങളും, അപ്പം ഇത് ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് പല ചോദ്യങ്ങളും കിട്ടിയത്. തനിക്ക് ഡാൻസ് ഭരതനാട്യം മാത്രമല്ലേ അറിയാവുള്ളൂ. കാരണം നമുക്കൊരു പൊതുവേ ഒരു ചോദ്യം എപ്പോഴും എല്ലാവർക്കും ഒരു ബോക്സിലേക്ക് നമ്മളെ ഇടാനാണല്ലോ താല്പര്യം. ഇന്ന ആൾ ഇന്നത് ചെയ്യും, ഇന്ന ആൾ ഇന്നത് ചെയ്യും. അവിടെ എനിക്കൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ഒരു ഭരതനാട്യം ഡാൻസറിന് സുംബ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ പല വേഴ്സറ്റൈൽ ഫോംസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്നോട് തന്നെ സ്വയം ചോദിച്ച് ഞാൻ പതിയെ എൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി സുംബ പഠിക്കാനായിട്ട് ഞാൻ പോയി. ബോംബെയിൽ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി പതിയെ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പിന്നെ യൂട്യൂബിൽ നിന്ന് കുറേ നോക്കി അങ്ങനെയും ഞാൻ കുറേ പഠിച്ചു. പിന്നെ സർട്ടിഫിക്കേഷൻ എടുത്തു ഭരതനാട്യത്തിൻ്റെ ഇതിൻ്റെയും. പതിയെ സ്വയമായി എല്ലാ ദിവസവും ട്രെയിൻ ചെയ്ത് ഇപ്പം ഇവിടെ ദർബാർ ഹാൾ ഇവിടെ നമുക്ക് ശിവ താണ്ഡവം ചെയ്യാൻ പറ്റി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്സവത്തിന്. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിട്ടയിൽ വന്ന് നിന്നു. അത് തന്നെയാണ് ഇപ്പം എനിക്ക് ഇവിടം വരെ വന്ന് നിൽക്കാനുള്ള ഒരു മോട്ടിവേഷൻ. ഇത് ഡാൻസ് ആൻഡ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇട്ടു, പാട്ട് വെച്ചപ്പോൾ സ്റ്റെപ്പ് ചെയ്തു, അങ്ങനെയല്ല. അതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡ്. നമ്മുടെ എന്താ പറയുക, ഒരു സോഷ്യൽ കോഗ്നിറ്റീവ്, നമ്മുടെ എല്ലാ ചിന്താഗതികളെയും, നമ്മുടെ ഓരോ തലത്തിലും നമ്മൾ ചിന്തിക്കുന്ന രീതികളെ ഒരു പ്രൊലോങ് ടൈമിൽ വളരെ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ തലച്ചോറിൽ തന്നെ. ഇതൊരു പ്രൂവൺ ഫാക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഈ ഓട്ടിസം ADHD എന്നുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എങ്ങനെ ഇത് യൂസ്ഫുൾ ആകും അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആകും? ഓക്കെ, ഒന്നാമത്തത്, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ വളരെ ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും പൊതുവെ. ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് അവർക്കൊരു സെൽഫ് എക്സ്പ്രഷൻ കൊടുക്കും. ഒരു ഇമോഷണലി അവർക്ക് പുറത്തേക്ക് വരാനും അവരെ തന്നെ സ്വയമായി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കൊടുക്കാൻ പറ്റും ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റിൽ. പിന്നെ രണ്ടാമത്തത്, ഇവരുടെ ഒരു അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ ഓൺലൈൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു 2 മിനിറ്റ് കൂടുതൽ അതുപോലും എനിക്ക് അവരെ വെച്ച് ഇങ്ങനെ ഇരുത്താനായിട്ട് അപ്പോഴത്തേക്കും അവർ ഡിസ്ട്രാക്റ്റഡായി വേറെ ഏതിലേക്കും ചിന്തയിലേക്ക് പോകും. അങ്ങനത്തെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റും ഡാൻസും ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററിൻ്റെയും കൂടെ ഒരു സ്കില്ലാണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് തന്നെ ഓക്കെ, ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞ് ഇന്ന സ്റ്റെപ്പ് ഈ പാട്ടിലേക്ക് പോകുമ്പോൾ അപ്പം ഇതിങ്ങനെ ഇവർക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ IQ പോലും കൂടി വരുന്നതായിട്ടുള്ള പല സ്റ്റഡീസും ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ആക്റ്റീവ്ലി തുടങ്ങിയിട്ട് ഒരു 2.5-3 വർഷം ആയിട്ടുള്ളൂ. എന്നാലും ഈ ഒരു സ്പാനിൽ എനിക്ക് മനസ്സിലായത് ഇതൊക്കെയാണ്. പിന്നെ മൂന്നാമത്തത്, സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവർക്കാണെങ്കിലും ഇങ്ങനെ ഇപ്പം കൈ ഒന്ന് നേരെ പൊക്കാൻ പറ്റത്തില്ല, താത്താൻ പറ്റത്തില്ല. ഇതൊക്കെ പതിയെ ഡാൻസ് ചെയ്ത് മൂവ്മെൻറ്റ് ചെയ്ത് അവരുടെ മസിൽ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഇതും കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നാലാമത്തത്, ഇവർക്ക് നമുക്ക് പഠിക്കാനുള്ളത് എന്തെന്നുള്ളൊരു ചോദ്യം. കാരണം ഇവർ നമ്മളെ കുറേ കൂടെ എങ്ങനെയാണ് എംപതി, അല്ലെങ്കിൽ കാരണം സിമ്പതി അല്ലല്ലോ. സിമ്പതി, അയ്യോ പാവം ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ കുഞ്ഞ്, അല്ലെങ്കിൽ
സാരിയില്ല, അവർക്ക് അങ്ങനെ പറ്റി, കുഴപ്പമില്ല, അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ അത് മറിച്ച് ഇപ്പം എൻ്റെ ഒരു അനുഭവം, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം വളരെ എനിക്കൊരു അപ്സെറ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പം എൻ്റെ മുഖഭാവം ഒരു പൊടിക്കനെ മാറി. ഞാൻ നല്ല രീതിയിൽ തന്നെ അത് കാഴ്ചവെച്ചു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്ന ഒരു 12-year-old കൊച്ചാണ്. ആ കൊച്ചു ചോദിച്ചു, സോഫിയ വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി? എൻ്റെ സിമ്പിൾ, കാരണം ഞാനൊരു പെർഫോമറാണ്, എനിക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. എന്നിട്ട് പോലും എൻ്റെ ചെറിയ ഭാവം പോലും ആ കുഞ്ഞത് എടുത്തത് ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇന്ന് സുഖമില്ലേ എന്നുള്ളത്. അപ്പം ഞാനും ഒരു ട്രെയിനർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിസ്റ്റ് എന്ന ഞാനും ഒരുപാട് ഇതിൽ നിന്ന് വളർന്നു. ഞാൻ എവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് എന്നെ പഠിപ്പിക്കുന്നത് കൂടുതലും. അയ്യോ ഇങ്ങനെയും ചെയ്യാമല്ലോ, ഇങ്ങനെയും ചെയ്യാമല്ലോ. അപ്പം ഇതൊരു കൺസ്ട്രെയിൻഡ് മൂവ്മെൻ്റ് അല്ല, ഒരു എന്താ പറയുക, ഒരു പെർഫെക്ഷനിസ്റ്റ് പോലെ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളതല്ല. ഓരോ കുഞ്ഞിൻ്റെയും ഓരോ സ്റ്റെപ്പിന്, ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്ന സ്റ്റെപ്പ് ആയിരിക്കത്തില്ല, അവരത് എടുത്തു വരുമ്പോൾ വേറെ ആയിട്ട് മാറും. ആ സ്റ്റെപ്പേ ചിലപ്പോൾ മാറിപ്പോവും. അത് അവരെന്ന രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഇവരും സൊസൈറ്റിയിൽ നമ്മളെയൊക്കെ പോലെയുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനുമാണ് എൻ്റെ ഈ ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് കൊളാബറേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഓരോരോ ഗ്രൂപ്പ്സിൻ്റെ കൂടെ ചെയ്ത് ഞാൻ ഒരു ഇൻക്ലൂഷൻ എന്നൊരു കോൺസെപ്റ്റ് എപ്പോഴും ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് പറയാനായിട്ട് എല്ലാവരും ഈക്വലാണ്, ഞങ്ങളെല്ലാവരെയും കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല. ഇപ്പം ഒരു ഗ്രൂപ്പ് വന്നാൽ തന്നെ നമ്മൾ ഉടനെ ഇവിടെ പമ്മുവാണ് പല ആൾക്കാരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോഴും, മാഡം ഞങ്ങളെ എല്ലാവരും ഒരു കല്യാണത്തിന് പോയി ഇരുന്നാലും അയ്യോ പാവം കഷ്ടമുണ്ട് കേട്ടോ നിങ്ങളുടെ കുഞ്ഞിങ്ങനെ ആയിപ്പോയത്, ആ ഒരു പറഞ്ഞ് അവിടെ തീർന്ന് അവരങ്ങ് പോവുകയാണ്. അവർക്ക് അതല്ല വേണ്ടത്. അവർക്ക് ആ ഒരു നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ഒരു ക്രോമസോം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആവാനുള്ള സംഭവം ഉള്ളൂ. ഇതൊരു വലിയൊരു ഇതായിട്ട് അയ്യോ എന്താ സാരിയില്ല, ഓക്കെ നമുക്കിതൊന്നും അറിയണ്ട, നമ്മളിതൊന്നും കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ യൂത്തിൽ നിന്നും മാറ്റാനായിട്ടാണ് ഞാൻ ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ എൻ്റെ ലൈഫിനെ തന്നെ മാറ്റി ടു എംപവർ ആൻഡ് ഇൻക്ലൂഷൻ എല്ലാം ബിയോണ്ട് എവറിഥിങ്. കാരണം ആരും ഈ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരെയും വീട്ടുകാരെയും കണ്ട് സിമ്പതി അല്ല ഇവർക്ക് വേണ്ടത്. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ അമ്മമാർ പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ താഴേക്ക് നോക്കല്ലേ, ഞങ്ങളുടെ ലെവലിലേക്ക് വന്ന് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റും ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇൻക്ലൂഷനെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഈസി ടാസ്ക് അല്ല. കാരണം നമ്മൾക്ക് നാളുകളായി ഉള്ള ഒരു കണ്ടീഷൻഡ് പ്രോഗ്രാമുണ്ട് നമുക്ക്. നമ്മളെ ഇപ്പം എന്താ പറയുക, എ ടു സെഡ് പോകണം. അതിൻ്റെ പുറത്ത് എന്ത് പോയാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ കുഞ്ഞുങ്ങളും അതൊക്കെ പോലെ തന്നെയാണ്. ഒരു ക്രോമസോം അങ്ങോട്ട് പോയി, അപ്പോൾ ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചിന്ത പോയി, പിന്നെ തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും ആ ഒരു ഇതിലേക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ കുറേ രീതിയിൽ എനിക്ക് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇത് കുറേ പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് ഒന്ന്. രണ്ടാമത്തത്, ആക്റ്റീവ്ലി ഇൻക്ലൂഷൻ എന്താ പറയുക, നമ്മൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യൂത്ത്. കാരണം ഞാനൊരു യൂത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴും ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റ്, കാരണം സോഷ്യൽ മീഡിയ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പേജാണേലും ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ പരിപാടികൾ ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അത് ഇടാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആദ്യം ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പലരും ചോദിച്ചു, ഇവരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ, ഇതുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ വേർഡാണ് ചോദിച്ചത്, ഇതുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെന്താണ് ഈ ഇതുങ്ങൾ? അപ്പോൾ അതെനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഒരാളല്ല, പല വയസ്സിലുള്ളവരും 50 വയസ്സിലുള്ളവരും ഒക്കെയാണ് ഇനി ചോദിക്കുന്നത്, ഈ മന്ദബുദ്ധി പിള്ളേർക്ക് എന്തെങ്കിലും പറ്റുമോ? ആ ഒരു അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതാണ് നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു തോട്ട്, ഒരു മൈൻഡ് സെറ്റ്. ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാം? പിന്നെയും ഞാൻ ഇങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ ആക്റ്റീവ്ലി ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നു. വാട്സപ്പിലായിക്കോട്ടെ, പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ. അങ്ങനെ പതിയെ ഇപ്പം ഞാൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അയ്യോ ആ കുഞ്ഞുങ്ങളല്ലേ എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്, ആ ഒരു മാറ്റം, ആ ഒരു ചെറിയ മാറ്റമാണേലും ആ യൂസ് ചെയ്ത ആ വേർഡ്, ആ പദം, ഇതുങ്ങൾ അല്ലെങ്കിൽ ഈ മന്ദബുദ്ധികൾ അവിടുന്ന് മാറി ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, കൊള്ളാം, അടിപൊളി,
അത്രയ്ക്കെങ്കിലും എനിക്ക് തോന്നി എനിക്ക് മാറ്റാൻ കുറച്ചൊക്കെ എൻ്റെ ചുറ്റുപാടിൽ മാറ്റാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒന്ന്. രണ്ടാമത്തത് ഇവരുടെ പേരൻസിനോട് കുറച്ചുകൂടെ സംസാരിച്ച് എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർക്കും വലിയ കാര്യമായിട്ട് അക്സെപ്റ്റൻസ് ഇല്ല. ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് പോയാലും ഒരു ഫംഗ്ഷന് പോയാലും ആദ്യത്തെ ഒന്ന് ഉണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും ചോദിക്കുന്നത്, അയ്യോ തൻ്റെ മോൾക്ക് ഇതായി പോയല്ലോ, തൻ്റെ മോൻ ഇങ്ങനെ ആയല്ലോ, സാരിയില്ല, വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കില്ലേ വിട്ടത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു തവണ ഒരു അമ്മ പറഞ്ഞു, ബിനീല എന്നാണ് അവരുടെ പേര്, ഈ നിപ്മറിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവിച്ച് കാണിക്കുക മാഡം, ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാൻ വരുമ്പോൾ ഞങ്ങളൊരു 2-3 റീലെടുത്ത് ഞങ്ങൾ ജീവിച്ച് കാണിക്കും. അപ്പോൾ ബാക്കിയുള്ള പേരൻസ് ചോദിക്കും, എങ്ങനെ സാധിക്കുന്നു ഇത് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ ഈ ലേഡി, ഇവരുടെ 2 കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ളവരാണ്, വീൽ ചെയർ ബേസ്ഡ് ആണ്, സെറിബ്രൽ പാൽസി ഒക്കെ ആയിട്ടുള്ളവർ. അപ്പോൾ അവരും ജീവിക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു മെസ്സേജില്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇഷ്യൂസ് വന്നാലും, കാരണം ഞാൻ ഒരുപാട് പേരെ കാണാം, നമ്മളൊക്കെ അയ്യോ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു മാർക്ക് കുറഞ്ഞു പോയി, നമുക്കൊന്ന് ഒരു ചെറിയൊരു അസുഖം വന്നു, എന്തെങ്കിലും വന്നു, നമ്മളത് ക്രിബ് ചെയ്ത് കൊല്ലോ, അയ്യോ അതായിപ്പോയി എന്നാ ഇത് സംഭവം. അങ്ങനെയല്ല. ഇത് പതിയെ എനിക്ക് ഒരുപാട് ഇതുകൊണ്ട് യൂത്തിൽ നിൽക്കുന്നതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ കാറ്റഗറിയിൽ നിന്നും കൂടെ നിൽക്കുന്നതുകൊണ്ടും എനിക്ക് ആ രീതിയിൽ ഒരുപാട് മാറ്റം പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഇന്നലെ ഒരു പയ്യൻ വന്നപ്പോൾ, ഒരു ഫ്രണ്ട് അവൻ വന്നപ്പോൾ എന്നെ കാണാൻ വന്നതിന്, സ്കൂളിലത്തെ പയ്യനാ. അപ്പം അവൻ എന്നോട് ഉടനെ ചോദിച്ചു, എങ്ങനെ പോകുന്നു? ആ കുഞ്ഞുങ്ങളൊക്കെ സമ്മതിക്കണം അല്ലേ. അപ്പം ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇതുങ്ങൾ അല്ലെങ്കിൽ അയ്യോ സാഡല്ല, സിമ്പതി അല്ല, ഇവിടുന്ന് കൊള്ളാം ഇവർ ചെയ്യുന്നുണ്ട്, ആ ഒരു വേർഡിലേക്ക് ഇപ്പം വരെ എത്തിച്ചിട്ടുണ്ട്. എന്നാലും മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. കാരണം ഇതൊരു 1 ഡേ 2 ഡേ 3 ഡേ സംഭവമല്ല. ഇതെല്ലാവരും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങണം. പ്രായമുള്ളവർ തൊട്ട് ഗ്രൗണ്ട് ലെവൽ. എന്നോട് പലരും എൻ്റെ റിലേറ്റീവ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, നീ മന്ദബുദ്ധി പിള്ളേർക്ക് വേണ്ടി ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ, ശനിയാഴ്ച ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒക്കെ പോയി അവിടെ പോയി ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചവരും ഉണ്ട്. അപ്പോൾ അതിന്ന് നീ നിന്റെ എന്തെങ്കിലും ക്ലിനിക്ക് ഇട്ടങ്ങ് ഇരുന്നാൽ പോരെ, അതിലല്ലേ നിനക്ക് കൂടുതൽ പൈസ, ഇതിൽ 5 പൈസ കിട്ടത്തില്ലാലോ എന്ന് ചോദിച്ചവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടിയുള്ളൂ, ഈ കുഞ്ഞുങ്ങളും ഇവിടുത്തെ ഇങ്ങനെയുള്ളവരും ഒക്കെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേൾഡിനെ നമുക്കൊരു നല്ലൊരു പ്ലേസ് ആക്കി മാറ്റാം. 14K+ ഫോളോവേഴ്സ് വളരെ ഓർഗാനിക്കലി വളരെ എന്താ പറയുക, കാരണം ഇങ്ങനത്തെ കണ്ടൻറ്റൊന്നും അങ്ങനെ അധികം ചിലപ്പോൾ പോകത്തില്ല. യൂത്തിൽ അറിയാലോ, കൂടുതലും കോമഡി മീംസും ഇതൊക്കെ പോകത്തുള്ളൂ. എന്നാലും എനിക്കുള്ള ഫോളോവേഴ്സൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടാറുമുണ്ട്, മാഡം ഞങ്ങൾക്കൊന്ന് വന്നൊന്ന് കാണാൻ പറ്റുമോ ഈ കുഞ്ഞുങ്ങളെ. അത് ആദ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന, ഞാനിപ്പോൾ സുംബ എടുക്കാറുണ്ട് ഒരു 2-3 സ്ഥലത്ത്, അതും പോയി എടുക്കാറുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ അത് എടുക്കുമ്പോഴത്തേക്കും അവിടെ 2-3 ലേഡീസ് വന്നതിനോട് പറഞ്ഞു, മാഡം എനിക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ് ഇതെങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, മാം ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൊണേഷനോ ഒരു സപ്പോർട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഡൊണേഷൻസ് നമുക്ക് ഇൻഫാക്ട് ഇവരുടെ ഫൈനാൻഷ്യൽ എയ്ഡിന് വേണ്ടിയുള്ള ഡൊണേഷൻസ് പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ത്രൂ. കാരണം കാണുന്നവർ ജെന്യൂനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഇതെനിക്കൊന്ന് നോക്കണം, എന്തെങ്കിലും ഒരു ഫണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങൾ, കാരണം വീൽ ചെയർ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, വീൽ ചെയർ കുറച്ചുകൂടെ അസിസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വീൽ ചെയറിനൊക്കെ ഒരു 10K 12K 15K ഒക്കെ പോകും. അപ്പോൾ ഫണ്ടും വേണമല്ലോ നമുക്ക്, അങ്ങനെ മെഡിസിൻസിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴാണ്, കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കൊട്ടലെങ്കോലാണെങ്കിലും ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് തന്നെ 2-3 ഡോണേഴ്സ് വന്നു, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരത്തെ ഫുഡൊന്ന് കൊടുക്കാൻ പറ്റുമോ മാം ഈ ലൊക്കേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ, അവരെ ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ. സിസ്റ്റർമാരാണ് നടത്തുന്നത്, അവിടെ കൂടുതലും അനാഥ കുഞ്ഞുങ്ങൾ തന്നെയാണ്, ഇങ്ങനെയുള്ള ഓട്ടിസവും ADHD ഡൗൺ സിൻഡ്രോം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ഒരുപാട് ഇവരെ അവെയർ ആക്കാനും പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചെറിയ രീതിയിലാണെങ്കിലും ഗ്രാസ് റൂട്ടിലാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഡൊണേഷൻ ആയിക്കോട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഈ IT ഗ്രൂപ്പ്സ് ഒക്കെ, ഇതൊക്കെ 2-3 IT ഗ്രൂപ്പ്സ് അപ്പോൾ കണ്ടിട്ട് TCS വന്നിട്ട് പറഞ്ഞു, മാം എന്നാൽ ശരി നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകമോ ബാഗോ ഒക്കെ കൊടുക്കാം. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് എനിക്ക് സോഷ്യൽ മീഡിയ എൻ്റെ ഇതിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്.
രാവിലെ എണീക്കുന്ന ഒരു 6:30-7 മണി സമയം. അത് കഴിഞ്ഞ് ഫ്രഷനപ്പ് ആവുന്നു. ഞാൻ ഒരു സ്പിരിച്വൽ ആളാണ്, റിലീജിയസ് അല്ലെങ്കിലും ഒരു സ്പിരിച്വൽ, അതാണ് എനിക്കൊരു മോട്ടിവേഷൻ, ഇത് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 9:30 ആകുമ്പോഴത്തേക്കും എനിക്ക് ക്ലിനിക്കിൽ പോകണം. ഞാൻ പോകുന്നു, ഡ്രൈവ് ചെയ്താൽ പോകുന്നത്, 2 വീലറുണ്ട്, ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഒരു 2:30-3 ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരുന്നു. ലഞ്ച് കഴിച്ചിട്ട്, ഊണ് കഴിച്ചിട്ട് ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂർ വിശ്രമിച്ചിട്ട് പിന്നെ ഒരു 5-5:30 ആകുമ്പോൾ എൻ്റെ ക്ലാസ് തുടങ്ങും. അപ്പോൾ 5 തൊട്ട് 6-6:30 വരെ എൻ്റെ ഓൺലൈൻ തന്നെയാണ്. എനിക്ക് ഒരു 2 സ്കൂൾസായിട്ട് ടൈപ്പ് ഉണ്ട്. ഒരു കുഞ്ഞ് ഞാൻ 1-on-1 എടുക്കുകയാണ്. ആ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ചാണ്. 1-on-1 എടുക്കുന്നു. അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് സെഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ സുംബ എടുക്കാറുണ്ട്. അത് ഞാൻ പോയി ഒരു സ്റ്റുഡിയോയിലാണ് എടുക്കുന്നത്. ACS എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അർബൻ വൈബ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഞാൻ പോയി സുംബ എടുക്കാറുണ്ട്. കാരണം ഇത് IT ഗ്രൂപ്പാണല്ലോ കുറച്ചുകൂടെ കൂടുതൽ. അതുകൊണ്ട് സുംബയ്ക്ക് എടുത്തിട്ട് ഒരു 7:30, 8:30, ചിലപ്പോൾ ഒരു 9. പപ്പ, മമ്മി, എൻ്റെ അനിയൻ. അപ്പോൾ അമ്മയാണ് ബേസ് എനിക്ക് ഇട്ട് തന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാസത്തിലും ഇങ്ങനെ ഓരോ ഓർഫനേജിൽ കൊണ്ടുപോകാം. എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഹമ്പിളായിട്ട് എളിമയോടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും അമ്മ ആദ്യമേ തൊട്ട് ചെറുപ്പത്തിലെ ഇട്ട് തന്നുകൊണ്ടാണ് ഇപ്പം എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പം എന്നോട് ചോദിക്കുന്ന പോലെ എങ്ങനെ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതെൻ്റെ പേരൻസിൻ്റെയും എൻ്റെ അനിയൻ്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കാരണം അതിപ്പോൾ പപ്പയാണേലും ഞാനിങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും പപ്പ തന്നെ പറഞ്ഞു, നിനക്കിങ്ങനെ കഴിവുണ്ടെങ്കിൽ അത് നീ ചുമ്മാ കളയാൻ പാടില്ല, ഇങ്ങനത്തെ ഉള്ള മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈവൻ ഡാൻസ് പോലും എന്നെ കൊണ്ടുവിടാനും, അത് കമ്മ്യൂട്ടാണേലും ശരി, ഒബ്വിയസ്ലി ഫൈനാൻഷ്യലി. കാരണം അത് ഇവിടെ ഡാൻസ് പഠിക്കണമെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ തൊട്ട് പഠിക്കണമെങ്കിലൊക്കെ അതിനൊക്കെ ഫൈനാൻസസ് വേണമല്ലോ. അപ്പോൾ അതിലൊന്നും ഒരു പമ്മി അല്ല ഇതിപ്പോൾ വേണ്ട എന്ന് പറയാണ്ട് തന്നെ എന്നെ ഇത് ചെയ്ത് കലോത്സവത്തിലാണേലും പോകാൻ ചാൻസ് കിട്ടിയപ്പോഴൊക്കെ, മോളെ നീ പൊയ്ക്കോ, നമുക്ക് മാഷിനെ വിളിച്ചിട്ടാണേലും കുഴപ്പമില്ല, കുറച്ച് പൈസ കൊടുത്തിട്ടാണേലും നമുക്ക് മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എപ്പോഴും പപ്പയും മമ്മിയും കൂടെ നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അനിയൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ് ഇപ്പോൾ. കാരണം ഞാനും അനിയനും ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും തിരിച്ച് ഞാൻ മടുത്തു വരുമ്പോഴും, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോയി വിടാനും, മോനെ ഇങ്ങനൊരു പരിപാടിയുണ്ട് നിനക്കൊന്ന് വന്ന് ഒരു വീഡിയോ എടുത്ത് തരാനാണെങ്കിലും പോലും അവൻ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ ഇപ്പോൾ പപ്പയും മമ്മിയും അനിയനും, കാരണം ഇപ്പോൾ പഠിച്ചവൻ ഇറങ്ങി, ഇപ്പം അവൻ ഒന്നുകൂടെ മെച്യൂർ ആയതുകൊണ്ട് അവന് മുമ്പും പപ്പയും മമ്മിയാണ് എല്ലാ പ്രോഗ്രാംസിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ഫൈനാൻഷ്യലി ഒബ്വിയസ്ലി, കാരണം ഞാൻ ഏർണിംഗ് അല്ലല്ലോ +1 +2 ഒക്കെ. അപ്പോൾ ഈ പരിപാടിക്കാണേലും പോകുമ്പോഴൊക്കെ ആശാഭവനിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ പപ്പ തന്നെ കൊണ്ടുപോയി, കാറിൽ കൊണ്ടുപോയി അവിടെ പുറത്ത് പപ്പ നിന്ന് ഞാൻ പഠിപ്പിച്ച്, ഈ അമ്മമാരെ പഠിപ്പിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഫുഡ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലോ, നീ വിശന്ന് വരുമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോളായിട്ടൊരു ക്യുമുലേറ്റീവായിട്ട് എടുക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും ഈസി എന്ന രീതിയിൽ, ഈസി അല്ല, ഞാൻ ഈസി ആയിട്ടത് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒരു എഫേർട്ട് പുറകിൽ നിന്ന് എൻ്റെ ഒരു നല്ല അപ്പനും അമ്മയും അനിയനും ഉള്ളത് കൊണ്ടാണ്. പിന്നെ എനിക്ക് എൻ്റേതായ ഇവർ എന്നോട് എപ്പോഴും പപ്പ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നിന്നെ ഒരു പുഷ് ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം നിന്റെ കഴിവ് പോലെ ഇരിക്കും, മുന്നിലേക്ക് നിനക്ക് എങ്ങനെ കയറിപ്പോകാൻ പറ്റും എന്നുള്ളത്. അപ്പം അത് എപ്പോഴും ഞാൻ ഈ കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ ഓർത്തോർത്ത് തന്നെയാണ് എൻ്റെ ഫർദർ ഡ്രൈവ്. എനിക്ക് ഇനിയും ചെയ്യണം, ജീവിതം ഫുള്ളായിട്ട് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ പേരൻസും അനിയനും പിന്നെ ദൈവം തന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്. മെയിൻ എനിക്ക് റീസെൻ്റ്ലി കിട്ടിയത് ജൂലൈ മാസം സൈവേ ആണ്, സൗത്ത് ഇന്ത്യ വുമൻ അച്ചീവേഴ്സ് അവാർഡ് 2025 എക്സലൻസ് ഇൻ സോഷ്യൽ സർവീസസ് കാറ്റഗറിയിൽ. അത് ഇറ്റ് വാസ് co-founded by ലത രജനീകാന്ത്, മിസ്റ്റർ രജനീകാന്ത് സാറിൻ്റെ വൈഫ്. പിന്നെ അത് ഇവൻറ്റ് നടന്ന ചെന്നൈയിലാണ്. അറൗണ്ട് 60,000+ ആപ്ലിക്കൻസിലാണ് അവർ
ഇത് ചെയ്ത് ഞങ്ങൾക്കൊരു 5 ലെവൽസ് ഓഫ് ജൂറി റൗണ്ടും പല റൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഓരോരോ കാറ്റഗറിയിൽ ഓരോരോ എക്സ്ട്രോണറി ആയിട്ട് ചെയ്ത സ്ത്രീകളെ ഇത് ഫെലിസിറ്റേറ്റ് ചെയ്തത് ഒന്ന്. രണ്ടാമത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഹിന്ദുസ്ഥാൻ ഗ്ലോബൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എക്സെപ്ഷണൽ എൻ്റെ ഈ സർവീസിൽ സോഷ്യൽ സർവീസ് ഇതിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റും ഒരു അപ്രീസിയേഷനും കിട്ടിയായിരുന്നു. ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് സെല്ലിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് ഓഫ് കർണാടകൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോജക്റ്റ് സാഹസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർ ബൈ DCPO ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അപ്രീസിയേഷനായിട്ട്. അത് ട്രാഫിക്ഡ് ആയിട്ടുള്ള ബോയ്സ് ഹോം എന്ന് പറഞ്ഞാൽ അതൊരു ബോയ്സ് ഹോമാണ്. ട്രാഫിക്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി അവരുടെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടി ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് അത് കോൺസിക്വൻറ്റ് മാസങ്ങൾ 2-3 മാസങ്ങൾ അവിടെ പോയി അവരെ മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് കേറ്റർ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അത് വേറൊരു ഗ്രൂപ്പ് അഫെക്ഷനേറ്റ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു NGOൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് ഞാൻ ചെയ്തതാണത്. അപ്പോൾ അതിന് എനിക്കൊരു റെക്കഗ്നീഷൻ കിട്ടി. പിന്നെ എന്താ പറയുക, ഓരോ അടുത്ത് പോകുമ്പോഴും ജനങ്ങളുടെ അടുത്തുനിന്ന് ജനങ്ങളെക്കാളും കൂടുതൽ ഇതത്ര എന്താ പറയുക, എൻ്റെ ഉള്ളിൽ തട്ടുന്നത് ഇതൊന്നും അല്ല. ഞാൻ അവിടെ പോകുമ്പോഴാണേലും ഈ കുഞ്ഞു മക്കൾ എനിക്ക് ഉണ്ടാക്കി എഴുതി തന്ന കത്തുകളുണ്ട്. അതാണ് എനിക്ക് എപ്പോഴും ഞാൻ ഡീപ്ലി ഹോൾഡ് ചെയ്യണ ഒരു റെക്കഗ്നീഷൻ എനിക്ക് വേണ്ടി എന്നോട് ചോദിച്ചാൽ. കാരണം ഇതൊക്കെ നമുക്കൊരു വെക്കാം, പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത് വളരെ വാല്യുബിൾ. കാരണം ഈ കമല എന്ന് പറഞ്ഞ ഈ അനാഥ കുഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അവള് എഴുതി ഇങ്ങനെ അക്ക യുവർ ഫേസ് ലൈക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരുപാട് കത്തുകൾ എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ അത് കാണുമ്പോഴാണ് എനിക്ക് റിയൽ റെക്കഗ്നിഷൻ എന്ന് പറയണത്. എനിക്ക് വേണ്ടി ഈ മക്കൾ ഉണ്ടാക്കി തരുന്നതും എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതും. ഞാനൊരു ദിവസം ലേറ്റ് ആയപ്പോഴത്തേക്കും 2-3 മണിക്കൂർ അവൾ അവിടെ നിന്നെന്നുള്ളതാണ്. ആ വെയിലത്തുനിന്ന് അവൾ മാറിയില്ല. ആ ഗേറ്റിൻ്റെ അപ്പുറം ആ കൊച്ച് നിന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ചെന്നപ്പോഴത്തേക്കും ട്രാഫിക്കാണ് ഈ HAയിൽ ഇവിടം വരെ അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ട് വൈറ്റ് ഫീൽഡിൽ നിന്ന്. അവിടം വരെ ചെന്നപ്പോഴത്തേക്കും അവൾ ഊണ് കഴിക്കാണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ മേറ്ററിനെ പറഞ്ഞ സോഫി അക്കാനെ കാണാണ്ട് അവൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി റിയൽ റെക്കഗ്നീഷൻ. പിന്നെ ഇതൊക്കെ ദൈവം തന്ന് ഇങ്ങനെ എന്നെ തേടി വന്ന ഓരോ കാര്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ചെറിയ തോതിൽ ഡാൻസ് വിത്ത് ഡോക്ടർ സോഫി എന്ന് പറഞ്ഞ എൻ്റെ ഒരു വെബ്സൈറ്റും ഓൺലൈൻ പ്ലാറ്റ്ഫോമും തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ പോലെ സ്പന്ദരക്ഷ സ്കൂൾ, അങ്ങനെ ഓരോ സ്പെഷ്യൽ സ്കൂളിലത്തെ കുഞ്ഞുങ്ങളെയും 1-on-1 ആണെങ്കിലും ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ലെവലിലേക്ക് പോകാനാണ്. കാരണം ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി ദുബായ് ഓർ ഓസ്ട്രേലിയ, US, UK ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ഒരുപാട് എന്താ പറയുക കിടക്കുന്ന ഒരു കാറ്റഗറി, അൺടച്ച്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങളും ഞാനത് അപ്രോച്ചും ചെയ്യാറുണ്ട് സ്കൂൾസിലേക്ക്. ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരെയും കൂടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ഒരു സെപ്പറേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പല പരിപാടികൾ ചിലതൊക്കെ കാണുമ്പോഴും ഓട്ടിസം സെപ്പറേറ്റ്, സെർബ്രൽ പാൾസി സെപ്പറേറ്റ്, ഡൗൺ സിൻഡ്രോം സെപ്പറേറ്റ്, അങ്ങനെ അല്ലാണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള സ്പെക്ട്രത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ ഇതിൽ കൊണ്ടുവന്ന് അറ്റ് ദ സെയിം ടൈം നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു എക്സിസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു മെയിൻ ഒരു പ്ലാൻ എൻ്റെ മൈൻഡിലുണ്ട്. അത് പ്രോബബ്ലി 2026 എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000-3000+ കുഞ്ഞുങ്ങളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവർ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാം, അത് കാണാൻ ജനങ്ങളും നോർമലായിട്ടുള്ള പേരൻസിൻ്റെ കുഞ്ഞുങ്ങളും എന്നാൽ ഇവരുടെ കുഞ്ഞുങ്ങളും എല്ലാമായിട്ടൊരു മീഡിയ എൻഗേജ് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു പ്രോത്സാഹനം പോലെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ സാധാരണ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്ന് വെസ്റ്റേൺ ഇപ്പോൾ കൊറിയോഗ്രാഫി പോലെയാണ്. ഇപ്പോൾ കൂടുതലും ഭരതനാട്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓരോ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ചെയ്യണം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഐറ്റം അല്ലെങ്കിൽ വർണ്ണം പഠിപ്പിക്കാവോ അങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നവരാണ് കൂടുതലും. കാരണം ഇപ്പം സമയമില്ല ഭരതനാട്യം ആദ്യമേ തൊട്ട് പഠിക്കാനുള്ള ആ ഒരു ഇതൊന്നും പണ്ടത്തെ പോലെ എന്നെ ടീച്ചർ പഠിപ്പിച്ച പോലെയുള്ള ഒരു ഇതൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ കൊറിയോഗ്രാഫീസ് എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സുംബയിൽ പോകുമ്പോഴാണെങ്കിലും അവിടുത്തെ 2-3 ക്ലയൻസ് വന്ന് കുഞ്ഞുങ്ങളെ ഞാൻ കിഡ്സ് ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെസ്റ്റേൺ
ബോളി ഹോപ്പ് അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇപ്പം ഇടയ്ക്ക് ബോളിവുഡ് ഗർബ ഈ ദസേര സമയമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡാൻസ് പഠിപ്പിച്ചു. വെഡ്ഡിങ് കൊറിയോഗ്രാഫീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ കോർപ്പറേറ്റ് ഇവൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ HSBC ബാങ്കിൻ്റെ ഒരു ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ ആണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവർ സെറിബ്രൽ പാൽസി എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മോട്ടോർ സ്കിൽസ് വളരെ പൂറാ. ഇവർ എന്താ പറയുക, ഇങ്ങനെ മൂവ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും മാക്സിമം. എന്നാൽ ഓട്ടിസം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളും വളരെ ചിലപ്പോൾ സ്ലോലി ഒരു ബ്ലോക്ക് എടുത്ത് വെച്ചു അങ്ങനെ ചെയ്യുന്നവരാണ്. ADHD എന്ന് പറയുമ്പോൾ പടപടയെന്ന് ചെയ്ത് അങ്ങ് തീർക്കും. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ. പക്ഷേ ഞാൻ പഠിച്ചത് ഈ സയൻറ്റിഫിക് പല പ്രിൻസിപ്പിൾസിനെയൊക്കെ മാറ്റി വെച്ചാലും എനിക്ക് മനസ്സിലായത് ഇവർക്ക് എല്ലാവരെയും കണക്ട് ചെയ്യാൻ ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ ആയിട്ടുള്ള ലവും എംപത്തിയും. കാരണം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം നിപ്മറിൽ പോയപ്പോഴാണേലും മറ്റേ ഫിനിക്സ് മോൾ ഓഫ് ഇതിൽ ചെയ്തപ്പോഴാണേലും ഞാൻ കണ്ട ഒരു കാര്യം, എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പല ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസബിലിറ്റിയിലുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവരെ എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം, എനിക്ക് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഞാൻ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വളരെ ഈസി ആയിട്ട് അവരിലേക്ക് എത്താനും അവർക്ക് എന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതെനിക്ക് എങ്ങനെ അത് ഒരു പേപ്പർ ബുക്കിൽ എഴുതി എനിക്കത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം സം തിങ്സ് എനിക്ക് മനസ്സിലായി, സം തിങ്സ് ആർ ബിയോണ്ട് ആർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ കോൺഷ്യസ് ലെവലിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം അല്ലെങ്കിൽ ഈ കുഞ്ഞ് വെയിറ്റ് ചെയ്യാനും ഞാനൊരു സ്റ്റെപ്പ് പഠിപ്പിക്കുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതെങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ടെക്നീക്സ് ഉണ്ട്, മിററിംഗ് ഉണ്ട്, ഇമിറ്റേഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെതായ നോൺ വേർബൽ ക്യൂസ് വെച്ച് ആദ്യം. പക്ഷെ ഇതിലെല്ലാം ഫസ്റ്റ് ഞാൻ അവരെ കംഫർട്ടാക്കാൻ നോക്കും. എൻ്റെ ഒരു സ്വയം, ഞാൻ അവരെ കാണുന്നു അവരെന്നെ കാണുന്നു ഒന്ന് തന്നെ എന്നുള്ള ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ദേ ആർ നോട്ട് ജഡ്ജ്ഡ്. അവരെ താഴ്ന്നു നോക്കുകയല്ല. അത് എന്നോടൊരു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് ടീച്ചർ, ബാക്കി എല്ലാവരും നമ്മളെ ഓക്കെ സാരിയില്ല മോളെ സാരിയില്ല, ഓക്കെ വീൽ ചെയറിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് തലോടി അല്ലെങ്കിൽ വിടും, സാരിയില്ല, പാവം. ഞാൻ എപ്പോഴും ആ കുഞ്ഞിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഞാൻ മീറ്റ് ചെയ്യും. അത് ആ കുഞ്ഞിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, ആ ടീച്ചറെ എന്താ ഒരു ഇംഗ്ലീഷിൽ അത് കന്നഡികൾ ഒരു ലേഡി പറഞ്ഞ, യു ആർ വൺ ഓഫ് ആർ അൺആൻസേർഡ് പ്രേയേഴ്സ്. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രെയറാണ് താങ്കളെന്ന്. അപ്പം അതെല്ലാം എൻ്റെ മനസ്സിൽ വളരെ ഡീപ്ലി കയറിയ സംഭവം. അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യണേന്ന് എന്നോട് പറഞ്ഞു, നീ ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ പല സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് തിങ് ഈസ് ലവ്. അവരോടുള്ള ആ ഒരു സ്നേഹം. എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് ഞാനൊരു ബയോളജി അമ്മ അല്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എൻ്റെ മക്കളാണെന്നുള്ള ഒരു ചിന്തയിൽ വരുമ്പോൾ അത് തനത്താൻ അവർക്ക് മനസ്സിലാവും, അവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട് ഉള്ളിൽ. ഇതിൽ ഞാൻ ഗ്രൂപ്പായിട്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും റൗണ്ടാക്കി, ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളെയും റൗണ്ടാക്കി നിർത്തി എന്താ പറയുക, ഒരു സ്റ്റെപ്പ് ഇപ്പം പാട്ട് വെച്ചിട്ട് 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ച് ക്ലാപ്പ് ചെയ്തു, പിന്നെയും 2 സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ച് ക്ലാപ്പ് ചെയ്തു. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പെർഫോമൻസസ് ചെയ്യാം. ഞാനൊരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നു, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ സ്റ്റെപ്പ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത് മിററിംഗ് കൊണ്ട് വേറെ കാരണം ഇവരുടെ ബ്രെയിനിനെയാണല്ലോ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇവരുടെ തിങ്കിങ് ഒക്കെ കുറച്ച് നമ്മുടെ നോർമൽ ഇതിന് വെച്ച് കുറച്ച് കുറവാണ്. കാരണം ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും പല ഏരിയാസ് ആർ നോട്ട് ഡെവലപ്ഡ്. ദാറ്റ്സ് ദ റിയാലിറ്റി. അപ്പോൾ ഡാൻസ് ഇവിടെ, മ്യൂസിക് ഇവിടെ, മൂവ്മെൻറ്റ് ഇവിടെ, ആൻഡ് ദ ഫെലിസിറ്റേറ്റർ ഇപ്പം ഞാനെന്നൊരാൾ. ഇത് 4ഉം കൂടെ വെച്ച് ഈ കുഞ്ഞിനെ അസസ് ചെയ്ത്, ഇപ്പോൾ ഓട്ടിസം ആണ് അല്ലെങ്കിൽ ADHD ആണ്, ഈ കുഞ്ഞ് വളരെ ഹൈപ്പർ ആക്റ്റീവാണ്, ഭയങ്കര ഇങ്ങനെ. അപ്പം അമനെ കാം ഡൗൺ ചെയ്ത് ഓക്കെ മോനെ ഈ സ്റ്റെപ്പ് അങ്ങനെ ചെയ്ത് അവൻ്റെ എനർജീൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ആ കുഞ്ഞിനെ ചെയ്യാം. പക്ഷെ ഒരു സൈലൻ്റായിട്ട് ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ രീതിയിൽ പോയി വളരെ സോഫ്റ്റായിട്ട്, ഒട്ടും അവനെ ഹൈപ്പർ ആക്കാണ്ട്
ആ സിമ്പിൾ ലെവലിൽ ചെയ്യിപ്പിച്ച് അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ 1-on-1 റിയലി ഹെൽപ്സ്. 1-1-1 ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് മ്യൂസിക് തെറപ്പി സെഷൻ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇവർ കൂടുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും പൊതുവെ സ്വന്തമായ ഒരു വേൾഡിലാണ്. ഇവർക്ക് മറ്റേ കുഞ്ഞായിട്ട് അങ്ങനെ വലിയൊരു ഇൻട്രാക്ഷൻ കാണത്തില്ല. ഡൗൺ സിൻഡ്രോം ഒക്കെ വളരെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളുണ്ട്, എന്നാലും മിക്സായിട്ട് വരുമ്പോൾ കാണത്തില്ല. അപ്പോൾ ഇവരെല്ലാവരെയും വെച്ചുകൊണ്ട് സ്ലോലി യു ക്യാൻ മേക്ക് അതർ പേഴ്സൺ ഇൻട്രാക്ട് വിത്ത് ദെം. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ദിസ് ഓൾസോ ഹെൽപ്സ് ഫോർ ദ പേരൻറ്റ്. ഈ തെറപ്പി സെഷൻസിൽ ഇഫ് ദ മദർ ആൻഡ് ദ ഫാദർ ഇസ് ഓൾസോ ദെയർ, അവരുടെ ബോണ്ടിങ് ഹെൽപ്പ് ചെയ്യാൻ ഇത് ചെയ്യും. കാരണം മ്യൂസിക് ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ പേരൻസും ഒന്ന് റിലാക്സ് ആവും. ആ കുഞ്ഞിൻ്റെ കൂടെ കുറച്ചുകൂടെ ഫിസിക്കൽ ഇൻറ്റിമസി ഹെൽപ്പ് ചെയ്യുക, ഇത് ബിൽഡ് ചെയ്യാനും ട്രസ്റ്റ്, ആ ഒരു എന്താ പറയുക മെൻ്റൽ റിലാക്സേഷൻ, സ്ട്രെസ് ഹോർമോൺസിനെ കുറച്ച് മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയും വളരെയായിട്ട് ഹെൽപ്പ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്.